കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പുത്തൻപള്ളിയിൽ നിന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്തയുമായ മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ നയിച്ചു. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് വിവിധ സഭാ നേതൃത്വങ്ങൾ. KCYM മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ ദ്വാരക 4 മൈലിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. KCYM രൂപത പ്രസിഡന്റ് ബിപിൻ പില്ലാപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ച യോഗം ദ്വാരക ഫൊറോന വികാരി ഫാദർ ബാബു മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. കന്യാസ്ത്രീകളെ നിരുപാധികം വിട്ടയക്കണമെന്നും അവർക്കെതിരായ വ്യാജ കേസ് പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദൈവത്തിനും മനുഷ്യനും ജീവൻ സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ച ഇങ്ങനെയുള്ള വെല്ലുവിളിക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ രാജ്യത്തോടെ കടന്നു പോകുമ്പോൾ ഉത്തരേന്ത്യയിലും നിൽക്കുന്ന വാർത്തകളിൽ വ്യാജ ആരോപണം നടത്തി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനുള്ള ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ അത് വന്യമൃഗങ്ങൾക്കും ഇതാണ് സ്വാതന്ത്ര്യം സമത്വം നമുക്ക് ലഭിക്കുന്നത്. ഇതിനെതിരെ അടിയുറച്ചുകൊണ്ട് KCYM സംഘടന മറ്റു സംഘടനകൾ ഇവിടെ നിലനിൽക്കുകയാണ്. നമുക്കറിയാം, കന്യാസ്ത്രീകൾ അവരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി കത്തോലിക്ക കന്യാസ്ത്രീകൾ ആഗ്രയിൽ നടത്തുന്ന ആശുപത്രിയിലേക്ക് അത് ഇന്ന് തുടങ്ങി 5ാം ദിവസമാണ്. മാതാപിതാക്കളുടെയും ശക്തിയുടെ സ്വാധീനത്തിൽപ്പെട്ട് അംബേദ്കറും സംഘവും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ഇന്ന് 75 വർഷങ്ങൾക്കിപ്പുറം ഒരു ന്യൂനപക്ഷ സമുദായം ഇന്ത്യയിലെ തെരുവിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട അതിന്റെ മതേതരത്വത്തിന്, അതിന്റെ ജനാധിപത്യത്തിന്റെ മുഖത്തെ കരണത്ത് ഏറ്റ അടിയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ കണ്ടത് എന്നത്. മുമ്പിൽ വെച്ചാണ് അവിടെ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബജ്രംഗദളിന്റെ ഒരു തീവ്ര ഹിന്ദുത്വ 4316 ആക്രമണങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം യഥാർത്ഥ മുഖമല്ലെങ്കിലും മങ്ങിയും തെളിഞ്ഞും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ 2 പേർ ഇന്ന് ജയിലിലാണ്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും എന്ന തെറ്റായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധമായി തിരുവല്ല അതിഭദ്രാസനത്തിലെ MCIM-ഉം ACI-യും സംയുക്തമായി തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനലിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം തിരുവല്ല അതിഭദ്രാസന മുഖ്യ വികാരി ജനറൽ മോൺസന്യൂർ ഡോക്ടർ ഐസക് പറപ്പള്ളിയിൽ നിർവഹിച്ചു. ജാതി മത വർണ്ണ വർഗ വിവേചനങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യവിമോചനമെന്ന ക്രിസ്തു ദർശനത്തിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനായി നിരന്തരം അധ്വാനിക്കുകയും ജീവിതം മുഴുവൻ യത്നിക്കുകയും ചെയ്യുന്ന സന്യാസികളെ ഭരണഘടനാ വിരുദ്ധമായി ഉപദ്രവിക്കുന്നതും നീതി നിഷേധിക്കുന്നതും തികഞ്ഞ വർഗീയ ഏകാധിപത്യ പ്രവണതയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന്റെ മുഖ്യ കവാടത്തിൽ നിന്ന് മുസിരീസ് സെന്റ് തോമസ് കപ്പേളയിലേക്ക് തിരികൾ തെളിച്ചു നടത്തിയ പ്രതിഷേധ റാലിയും ജ്വാലയും കോട്ടപ്പുറം രൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ സിജോ വേലിക്കത്തോട്ട് ഉദ്ഘാടനം ചെയ്തു. മുസിരീസ് കപ്പേളയിൽ നടന്ന സമ്മേളനത്തിൽ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസന്യൂർ റോക്കി റോബി കളത്തിൽ, കത്തീഡ്രൽ സഹവികാരിമാരായ ഫാദർ ആൽഫീൻസ് ജൂഡ്സൺ, ഫാദർ പീറ്റർ കണ്ണമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. അതോടൊപ്പം ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി അകാരണമായി ജയിലിലടച്ച കന്യാസ്ത്രീകളെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ്, ചങ്ങനാശ്ശേരി ഫൊറോന സമിതിയും ഫൊറോന കൗൺസിലും സംയുക്തമായി നടത്തിയ പ്രതിഷേധ സമരം കാത്തലിക് റിലീജിയസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഫാദർ ഡോക്ടർ തോമസ് കല്ലുംകള്ളം ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 25-നാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണിവർ. നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള 3 പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത്.
19 മുതൽ 22 വയസ്സുള്ളവരായിരുന്നു ഇവർ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിച്ച് കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. ഭരണഘടന നമുക്ക് നൽകിയ അവകാശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്നും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും ദുർഗ് സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷ തള്ളിയതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും.